ഗൂഗിൾ മീറ്റിൻ്റെ ഐക്കൺ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിൾ മീറ്റിൽ എങ്ങനെ പങ്കെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ. ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ദി ഗൂഗിൾ മീറ്റ് ആപ്പ് ഇൻ യുവർ മൊബൈൽ ഫോൺ. ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നതിന് ആദ്യമായി ചെയ്യാനുള്ളത് ഗൂഗിൾ മീറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. ഇതാണ് മൊബൈൽ കൺസോളിൽ കാണുന്ന ഗൂഗിൾ മീറ്റിൻ്റെ പുതിയ വേർഷൻ്റെ ഐക്കൺ. ഗൂഗിൾ മീറ്റ് LLC എന്നാണ് ആ ആപ്പിൻ്റെ പേര്. അതിനായി മൊബൈൽ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ മീറ്റ് ഡൗൺലോഡ് ചെയ്യാത്ത ഫോണുകളിൽ ഇൻസ്റ്റാൾ എന്ന ബട്ടണോട് കൂടിയ പേജാണ് തെളിഞ്ഞു വരിക. അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് അൺഇൻസ്റ്റാൾ, ഓപ്പൺ എന്നീ ബട്ടണോട് കൂടിയ പേജാണ് തെളിഞ്ഞു വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഗൂഗിൾ മീറ്റിൽ എങ്ങനെ പങ്കെടുക്കാം എന്ന് നോക്കാം. ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നതിന് ഗൂഗിൾ മീറ്റ് ഓർഗനൈസ് ചെയ്യുന്ന ഹോസ്റ്റ് ഒരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്ക് ഒന്നുകിൽ വാട്സാപ്പിൽ മെസ്സേജായിട്ട് അയച്ചു തരാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിൽ ലിങ്ക് അയച്ചു തരാവുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന ലിങ്ക് 3 രീതിയിൽ ഉപയോഗിച്ച് ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാം. 1. ജിമെയിൽ വഴി കിട്ടുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരിട്ട് മീറ്റിൽ പ്രവേശിക്കാം. 2. വാട്സാപ്പ് വഴി കിട്ടുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരിട്ട് മീറ്റിൽ പങ്കെടുക്കാം. 3. ഗൂഗിൾ മീറ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് ഗൂഗിൾ മീറ്റിംഗ് കോഡ് എൻ്റർ ചെയ്ത് മീറ്റിംഗ് പങ്കെടുക്കാം. വാട്സാപ്പ് ലിങ്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്ന് നോക്കാം. വാട്സാപ്പുള്ള പേജ് തുറക്കുക. എന്നിട്ട് വാട്സാപ്പ് തുറക്കുക. ലിങ്ക് ഏത് മെസ്സേജിലാണോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൻ്റെ അവസാന ഭാഗത്തുള്ള 10 ലെറ്റേഴ്സാണ് മീറ്റിംഗ് കോഡ് എന്ന് പറയുന്നത്. ഇവിടെ XBVIYXAUJT ഈ കോഡ് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓരോ പുതിയ മീറ്റിങ്ങിനും ഓരോ പുതിയ കോഡായിരിക്കും. വാട്സാപ്പ് ലിങ്ക് തുറന്നു വരുമ്പോൾ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയും. ജിമെയിൽ അക്കൗണ്ട് തുറക്കുക. ഇപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ എൻട്രി പേജ് തുറന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 ബട്ടണുകൾ കാണാം. ഒരു ക്യാമറയുടെ ഐക്കൺ, ഒരു മൈക്കിൻ്റെ ഐക്കൺ, ജോയിൻ ബട്ടൺ. ക്യാമറയുടെ ഐക്കൺ തുറന്നിരിക്കുന്നത് കൊണ്ട് നമ്മളെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കാണാൻ കഴിയും. ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പടം അപ്രത്യക്ഷമാകും. പിന്നീട് നമ്മുടെ ഇമെയിലിലുള്ള പ്രൊഫൈൽ ഫോട്ടോയാണ് അവിടെ ഉണ്ടാവുകയുള്ളൂ. അത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകും. അതുപോലെ മൈക്ക് ഓഫാക്കിയിരുന്നാൽ നമ്മൾ സംസാരിക്കുന്നത് ഹോസ്റ്റിന് മറ്റു ഓഡിയൻസിനും കേൾക്കാൻ കഴിയില്ല. നമുക്ക് സംസാരിക്കാൻ നേരത്ത് മൈക്ക് ഓണാക്കുക. അതുപോലെ തന്നെ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മളെ കാണാവുന്നതാണ്. മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് വീഡിയോയും ഓഡിയോയും മ്യൂട്ട് ചെയ്തിടുന്നതാണ് നല്ലത്. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജോയിനിങ് ബട്ടണിൽ എത്തിക്കഴിഞ്ഞാൽ ഇനിയുള്ള സ്റ്റെപ്പുകൾ എല്ലാം 3 രീതികളിലും ഒരേപോലെയാണ്. മറ്റ് 2 രീതികളിൽ കൂടി ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ജോയിനിങ്ങിന് ശേഷമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇനി ജിമെയിൽ ലിങ്ക് വഴി എങ്ങനെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാം എന്ന് നോക്കാം. കൺസോളിലുള്ള ജിമെയിൽ തുറക്കുക. ഹോസ്റ്റ് അയച്ചു തന്നിട്ടുള്ള ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. XBV-IYXA-UJT എന്ന കോഡാണ് അവസാനമുള്ളത്. ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ വീണ്ടും ഇമെയിൽ ചോദിക്കും. ഇമെയിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ
വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യുന്നതിനുള്ള എൻട്രി പേജിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഗൂഗിൾ മീറ്റ് ആപ്പ് തുറന്ന് എങ്ങനെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാം എന്ന് നോക്കാം. നമ്മൾ മെയിൽ തുറക്കുന്നു. മെയിലിൽ നിന്നും ഗൂഗിൾ മീറ്റിൻ്റെ കോഡ് മാത്രം കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തെടുത്ത ഈ കോഡ് ഗൂഗിൾ ആപ്പിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. മൊബൈലിൻ്റെ കൺസോളിൽ ഗൂഗിൾ മീറ്റിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കുക. ഇതിൽ ജോയിൻ വിത്ത് എ കോഡ് ക്ലിക്ക് ചെയ്യുക. കോഡ് പേസ്റ്റ് ചെയ്യുന്നു. ജോയിൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ വീണ്ടും നമ്മൾ എൻട്രി പേജിൽ എത്തിയിരിക്കുന്നു. ഓഡിയോയും ഓണാണ്. വീഡിയോ ഓഫ് ചെയ്യുന്നു. ഓഡിയോയും ഓഫ് ചെയ്യുന്നു. ജോയിൻ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുന്നു. ജോയിനിങ് മീറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസ്റ്റ് ജോയിൻ എന്ന ബട്ടൺ വരും. കാരണം ഹോസ്റ്റ് പെർമിഷൻ തന്നാൽ മാത്രമാണ് നമുക്ക് ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആസ്റ്റ് ജോയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീറ്റിങ്ങിലേക്ക് കയറുക. ഇവിടെ ഹോസ്റ്റും പാർട്ടിസിപ്പൻറ്റും ഞാൻ തന്നെ ആയതുകൊണ്ട് ആ ബട്ടൺ വന്നില്ല. ഇനി ജോയിനിങ്ങിന് ശേഷമുള്ള സ്റ്റെപ്പുകളെക്കുറിച്ച്. ഇതാ ഇപ്പോൾ നമ്മൾ മീറ്റിൽ പങ്കെടുക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. വലിയ സ്ക്രീനിൽ കാണുന്ന പങ്കെടുക്കുന്ന ആളും ചെറിയ കോളത്തിൽ കാണുന്നത് ഹോസ്റ്റിൻ്റെ പടവുമാണ്. ഹോസ്റ്റിൻ്റെ പടത്തിൻ്റെ മുകളിലെ മൂലയ്ക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻ സ്ക്രീനിലേക്ക് വരും. അപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന ആൾ ചെറിയ സ്ക്രീനിലേക്ക് പോകും. അടുത്ത സ്ക്രീനിൽ താഴെ കാണുന്ന 4 ബട്ടണുകളെ പരിചയപ്പെടാം. ഇതിൽ ക്യാമറയുടെ ഐക്കൺ കാണുന്നത് നമ്മുടെ പടം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പടം ഓഫായി പോകും. ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് നമ്മളെ കാണാനും കഴിയില്ല. സംസാരിക്കാത്ത സമയത്ത് മൈക്ക് മ്യൂട്ട് ചെയ്തിടണം. ഈ മീറ്റിൽ ഞാൻ തന്നെയാണ് ഹോസ്റ്റ്, ഞാൻ തന്നെയാണ് പാർട്ടിസിപ്പൻ്റ്. അതുകൊണ്ടാണ് 2 സ്ഥലത്തും എൻ്റെ പടം തന്നെ കാണുന്നത്. ഇവിടെ പാർട്ടിസിപ്പൻറ്റിൻ്റെ വീഡിയോ ഓഫാണ്, ഓഡിയോയും ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സൗണ്ടും പിക്ചറും ഇപ്പോൾ ഹോസ്റ്റിന് കാണാൻ കഴിയില്ല. മുകളിലെ ചെറിയ വിൻഡോയിലാണ് ഇപ്പോൾ ഹോസ്റ്റ് ഉള്ളത്. ഇവിടെ 3 ഡോട്ടുകൾ കൊടുത്തിട്ടുണ്ട് വലതുവശത്ത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ സ്ക്രീൻ ബട്ടൺ, സെറ്റിങ്സ് ബട്ടൺ തുടങ്ങിയവയാണ്. ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് ഇതൊന്നും ആവശ്യമില്ല. പ്രധാനമായും മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന് പ്രസൻറ്റേഷൻ നടത്തുന്നതിന് ഒക്കെയുള്ള ബട്ടണുകളാണ്. അത് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. സ്ക്രീനിൻ്റെ മുകളിൽ ഇടതുവശത്തേക്ക് ആരോ മാർക്കുണ്ട്, അത് ബാക്കിലേക്ക് പോകുന്നതിനാണ്. പിന്നെ നമ്മുടെ മീറ്റിംഗ് കോഡ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ആരോയും റൈറ്റ് ആരോയും നടുവിൽ കുത്തുമടങ്ങിയ ഈ ഐക്കൺ ബട്ടൺ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ളതാണ്. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ക് ക്യാമറ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ കാണാം. ഇപ്പോൾ ബാക്കിലുള്ള ക്യാമറയാണ്. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ്. നമ്മുടെ മുഖം അടക്കമായിട്ടുള്ള ഭാഗം കാണാൻ പറ്റുന്ന ഫ്രണ്ട് ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത്. ബാക്ക് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിലെ 1-2 പടങ്ങൾ ഷെയർ ചെയ്യുന്ന ബാക്ക് ക്യാമറ ഓണാക്കി ഷെയർ ചെയ്യുന്ന പടമാണ് കാണുന്നത്. അത് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന വീഡിയോ കിട്ടും. ബാക്ക് ക്യാമറ ഓഫാക്കാം, പിന്നെ ഫ്രണ്ട് ക്യാമറ ഓണാക്കാം. തുടർന്ന് ഓഡിയോയുടെ ബട്ടണുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ സെറ്റിങ്സ് കാണാം. സ്പീക്കർ, പോസ്, ഓഡിയോ ഓഫ്, ക്യാൻസൽ തുടങ്ങിയ ബട്ടണുകൾ കാണാം. മീറ്റിംഗ് തീർന്നു പോകുമ്പോഴും മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്യാനും ഈ റെഡ് ഫോണിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു കടക്കും. ഒരു വിദ്യാർത്ഥിയായിട്ടും ഒരു പേരൻ്റായിട്ടോ അധ്യാപകനായിട്ടോ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് വിശദമാക്കിയത്.
ജോയിൻ ചെയ്യാൻ പല രീതികളുണ്ടെങ്കിലും അവസാനം എൻഡ് ചെയ്യുന്നത് ഒരേ ഏരിയയിലാണ് എന്നുള്ളതാണ് ഗൂഗിൾ മീറ്റിൻ്റെ പ്രത്യേകത. ഗൂഗിൾ മീറ്റിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഒക്ടോബർ മാസത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ പുതിയ ഐക്കണിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഗൂഗിൾ മീറ്റിൻ്റെ വിശദാംശങ്ങൾ കണ്ടത്. ഒരു ഗൂഗിൾ മീറ്റിൽ തന്നെ 250 പേർക്ക് പങ്കെടുക്കാം എന്നാണ് ലേറ്റസ്റ്റ് വേർഷൻ പറയുന്നത്. എല്ലാവർക്കും ശുഭ ആശംസകളോടെ താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് രാജു സയൻസ് വേൾഡ് ഫോർ മോർ വീഡിയോസ്.